ഏപ്രിൽ 5, 2025 മക്കാവുവിൽ നിന്ന് മടങ്ങേണ്ട ദിവസമായി. താമസിച്ച ഹോട്ടലിൻ്റെ പരിസരത്ത് നിന്ന് ഞങ്ങൾ ദൃശ്യങ്ങൾ ക്യാമറയിൽ ഒപ്പിയെടുത്തു. റീജൻസി ആർട്ട് ഹോട്ടൽ വലിയ ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു ഹോട്ടലായി എനിക്ക് അനുഭവപ്പെട്ടു. നീന്തൽക്കുളവും അതുപോലെ കൃത്രിമ വെള്ളച്ചാട്ടവും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഹോട്ടലിലായിരുന്നു ഞങ്ങളുടെ താമസം. ഏപ്രിൽ 5 രാവിലെ തന്നെ യാത്ര തിരിച്ചു. രാവിലെ പുറത്തിറങ്ങിയപ്പോൾ നേരിയ ചാറ്റൽ മഴയും കിളികളുടെ സംഗീതവും ഞങ്ങളെ വളരെയധികം സന്തോഷിപ്പിച്ചു. ഞങ്ങൾ മടങ്ങുകയാണ് നിറഞ്ഞ സന്തോഷത്തോടു കൂടിയും സംതൃപ്തിയോടെയും. MGU3A അംഗങ്ങളോടൊപ്പം ഒരു പഠനയാത്ര. പ്രായം വെറുമൊരു നമ്പറായി മാത്രമേ തോന്നുന്നുള്ളൂ. കാലത്തെ ആർഭാടപൂർവമായ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ ആ ഹോട്ടലിനോട് വിട പറഞ്ഞിറങ്ങി. There is old Taita. So there is a famous food street inside, where you can buy souvenirs like almond cookies as well. Yeah. And then to our right there is the Venetian Macau. So where the sky that never turns grey. And there is gondola floating on the indoor canals. And to the മക്കാവു ഐലൻഡ് വേറെ ഒരു പ്രദേശമായിട്ടാണ് കണക്കാക്കുന്നത് എന്നതുകൊണ്ട് സാധാരണ ഒരു രാജ്യത്തിലേക്ക് പോകേണ്ട ചെക്കിങ്ങും ഇമിഗ്രേഷനും എല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫെറിയിൽ തന്നെ ഹോങ്കോങ്ങിലേക്ക് യാത്രയായി. മക്കാവു ദ്വീപിൽ കുറച്ചുകൂടി തണുപ്പ് അനുഭവപ്പെട്ടിരുന്നു. ചുറ്റും വെള്ളം ആയതുകൊണ്ടായിരിക്കാം അത്. സദീറ റോസമ്മ നിക്സൺ ജി അപ്പുറത്തല്ലേ ബ്ലോക്ക് ആവുന്നു. മടക്കയാത്രയിൽ ഇമാജിനുകൾ കൊണ്ടുവരുന്ന സ്വയം നിർദ്ദേശങ്ങൾ ഞാൻ ഓർത്തു. 1. ഞാനാണ് എൻ്റെ കപ്പലിൻ്റെ കപ്പിത്താൻ. 2. സ്വാതന്ത്ര്യം എപ്പോഴും പരിധികൾക്കുള്ളിലാണ്. വേണമെങ്കിൽ അവയെ വികസിപ്പിക്കാവുന്നതേ ഉള്ളൂ. 3. എനിക്ക് സാധിക്കും, കാരണം സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 4. ലോകം മുഴുവൻ അവസര കവാടങ്ങളാണ്. 5. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതെന്തോ അതാണ് സ്വപ്നം. ദൈവികമായ തീപ്പൊരിയുമായിട്ടാണ് ഞാൻ ഈ മണ്ണിൽ പിറന്നത്. തീപ്പൊരിയെ ഞാൻ കണ്ടെത്തണം, ജ്വാലയാക്കണം. ശത്രു എൻ്റെ ഉള്ളിൽ തന്നെയാണ്. Ladies and gentlemen, this is your captain again.
I trust that they managed to get some rest on board this flight to Singapore and currently just 470 miles out. And in a few minutes' time, we'll be commencing our descent. The weather report is for Singapore is for some rain showers, visibility reducing down to about 4,500 meters and cloudy skies as well. Temperature on the ground still looking at 30 degrees Celsius. And for those of you who are interested in just, the time, there's no time difference between Singapore and then in Hong Kong. And looking at 6 minutes to 6 minutes to 6. And we should have you landing just about 6:30 by the time we taxi for Parking Bay. That would put us just slightly behind our schedule arrival time. So once again, on behalf of Singapore Airlines and the operating crew, I'd like to thank you for flying with us. And cabin crew, please prepare for arrival. Thank you. കണ്ടുമുട്ടിയവരാരും ഒന്നു തരാതെ പോയിട്ടില്ല. എതിരെ വന്ന അന്ധൻ പോലും വെളിച്ചം പകർന്നു. OV വിജയൻ, ഗുരുസ്വാഗതത്തിൽ നിന്ന്. അതുപോലെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും വൃഥാവിലാകുന്നില്ല. എല്ലാം ഏതെങ്കിലും വിധത്തിൽ നമ്മെ സ്വാധീനിക്കുന്നു. Cabin crew, secure cabin for landing. Thank you. ഒരു കുടുംബം അവരുടെ വീട്ടിലെ ഖരമാലിന്യം കമ്പോസ്റ്റാക്കുന്നു. ഉടനെ സാധാരണ ഉണ്ടാകാറുള്ള ചോദ്യം ഇതാണ്: അങ്ങനെ ഒരു കുടുംബം ഇത് ചെയ്തതുകൊണ്ട് ഭൂമി സംരക്ഷിക്കപ്പെടുമോ? മറ്റൊരിടത്ത് പരിസ്ഥിതി ബോധമുള്ള ഒരു മനുഷ്യൻ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും ഫ്രിഡ്ജും എയർ കണ്ടീഷനും വേണ്ടെന്ന് വയ്ക്കുന്നു. അതുകൊണ്ട് വല്ലതും ഓസോൺ പാളിയിൽ ഓട്ട വീഴാതിരിക്കുമോ എന്നതായിരിക്കും ഉടൻ വരുന്ന ചോദ്യം. എത്ര ആൾക്കാരെ ഫ്രിഡ്ജിൽ നിന്നും AC-യിൽ നിന്നും പിന്തിരിപ്പിക്കാനാവും എന്ന ചോദ്യവും ഉണ്ടാവും. മദർ തെരേസയോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ച ചോദ്യം ഓർമ്മയിൽ വരുന്നു. കുപ്പത്തൊട്ടിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന ചോരക്കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തുന്നതിലൂടെയോ വഴിയാരത്ത് കുഴഞ്ഞു വീഴുന്ന വൃദ്ധജനങ്ങൾക്ക് അന്തസ്സോടെ കിടന്ന് മരിക്കുവാൻ ഇടമൊരുക്കുന്നതിലൂടെയോ ഈ ലോകത്തെ മാറ്റാമെന്ന് മദർ കരുതുന്നുണ്ടോ? മാറ്റം നമ്മിലാണ് ആരംഭിക്കുന്നത്. സമൂഹത്തിൽ നാം നടത്തുന്ന കടന്നുചെല്ലലുകൾ, നാം ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നാം പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾ, ഇവയെ നമുക്ക് വളരെ നന്നായി സന്തോഷത്തോടുകൂടെ ചെയ്യാൻ ശ്രമിക്കാം. ചിത്രശലഭത്തിൻ്റെ ചിറകടിക്ക് ഒരു ചുഴലിക്കാറ്റ് അഴിച്ചുവിടാൻ സാധിക്കുമെങ്കിൽ അതേ ശലഭത്തിനെ ഒരു ചുഴലിക്കാറ്റിനെ പിടിച്ചു കെട്ടാനും സാധിക്കണമല്ലോ. ഇന്ന് കേരളത്തിൽ അച്ഛനമ്മമാരെയും സ്കൂൾ അധ്യാപകരെയും സ്കൂൾ അധികൃതരെയും ഭീതിപ്പെടുത്തുന്ന ഒരു സംഗതി കൗമാരപ്രായക്കാരിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗമാണ്. ഇതൊരു ചുഴലിക്കാറ്റാണ്. ഇതിൻ്റെ കാരണം നെഗറ്റീവ് പിയർ ഇൻഫ്ലുവൻസ് ആണ്, നിഷേധാത്മക സമാന്തര സ്വാധീനം. ഈ ചുഴലിക്കാറ്റിനെ തളയ്ക്കുക എന്നത് അത്ര എളുപ്പമല്ല. നമുക്കും ചിലതൊക്കെ ചെയ്യാനാകും. മനസ്സു മടുക്കാൻ പാടില്ല. ഇന്നല്ലെങ്കിൽ നാളെ കാണും അത്തരമൊരു പൂമ്പാറ്റ ചിറകടി. എൻ്റെ ജീവിതം ഇനിമേൽ പുഴുവായി ഇഴയാൻ ഉള്ളതല്ല. ചിത്രശലഭമാകുവാൻ സിദ്ധിയുള്ളപ്പോൾ എന്തിനെ ശലഭപ്പുഴുവായി കഴിയണം? ജീവിതത്തിലെ ക്ലേശഘട്ടങ്ങളെ നാം ക്രിസാലിസ് ഘട്ടങ്ങളായി കാണുകയാണ് വേണ്ടത്. ഒരിക്കലും ഒന്നും മാറുന്നില്ലെങ്കിൽ ചിത്രശലഭങ്ങൾ ഉണ്ടാവുകയില്ല. Welcome to Singapore, ladies and gentlemen, and to all Singaporeans and residents of Singapore, a warm welcome home. Please remain seated with your seatbelt fastened until the seatbelt sign is switched off. Please take care when opening the overhead compartment and remember to take all your belongings with you. It's been our pleasure whether you are എവിടെ മനസ്സ് ഭയരഹിതമായിരിക്കുകയും ശിരസ് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നുവോ, എവിടെ അറിവ് സ്വതന്ത്രമായിരിക്കുന്നുവോ, എവിടെ ലോകം ഇടുങ്ങിയ ഗാർഹിക ഭിത്തികളാൽ തുണ്ടുതുണ്ടായി മുറിക്കപ്പെടാതിരിക്കുന്നുവോ, എവിടെ നിന്റെ പ്രചോദനത്താൽ മനസ്സ് നിത്യേനെ വികസിക്കുന്ന ചിന്തകളിലേക്കും പ്രവൃത്തികളിലേക്കും നയിക്കപ്പെടുന്നുവോ, ആ സ്വർഗീയ സ്വാതന്ത്ര്യത്തിലേക്ക് എൻ്റെ പിതാവേ, എൻ്റെ നാട് ഉണരണമേ. ഒരു കൊച്ചുമകൾ ദൈവത്തോട് ചോദിച്ചു, ഭൂപടം മുഴുവൻ ഈ വരകളൊക്കെ വരച്ചത് നീയാകാൻ വഴിയില്ലല്ലോ. ദൈവം പ്രതിവചിച്ചു, സത്യമായിട്ടും ദൈവമല്ല മക്കളെ,
ഒരു വരയും ദൈവത്തിൻ്റേതല്ല. ദൈവം വരകളെ തുടച്ചു മാറ്റുന്നവൻ. എല്ലാ വരകളും നമ്മൾ കോറിയിട്ടത്. നോബൽ സമ്മാന ജേതാവായ ആന്ദ്രേ ഗീതിൻ്റെ ആഹ്വാനം ഇപ്രകാരമാണ്: സത്യാന്വേഷികളുടെ കൂടെ പോവുക. സത്യം ഇതാ ഞാൻ കണ്ടെത്തിയിരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവരിൽ നിന്ന് അകലം പാലിക്കുക. മനുഷ്യരാശി ഒരു വലിയ കൂട്ടുകുടുംബമാണ്. നിലനിൽക്കണമെങ്കിൽ നാം ഒന്നിച്ച് നിൽക്കേണ്ടിയിരിക്കുന്നു. നാം അടിമുടി മാറേണ്ടിയിരിക്കുന്നു. ഒരു ശലഭപ്പുഴു ചിത്രശലഭമായി മാറുന്നതുപോലെ നാം മാറണം. താങ്ക് യു. നന്ദി എല്ലാറ്റിനും. ഈ യാത്ര എനിക്ക് പ്രാപ്യമാക്കി തന്ന എല്ലാ ശക്തികൾക്കും, എല്ലാ വ്യക്തികൾക്കും, എല്ലാ സംഭവങ്ങൾക്കും നന്ദി. നന്ദി മാത്രം.